പുറമെ അവനൊരു അധികാരിയാണ്, എന്നാൽ അവന്റെ ശരീരത്തിൽ കുഷ്ഠമുണ്ട്. അത് കണ്ടതായ ആ ചെറിയ ബാലിക അവളെ എന്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് മനസ്സിലായി. ഞാൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നെ ബലം പ്രയോഗിച്ച് എന്റെ മാതാപിതാക്കൾ അറിയാതെ ഇവരെന്നെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. കർത്താവേ, ഈ ദാരുണമായ കാര്യം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അപേക്ഷിച്ചു. എന്നാൽ ഇപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ബൈബിളൊരു വാക്യമുണ്ട്, ദൈവത്തിൻ്റെ അറിവ് കൂടാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞ് പോവുകില്ല എന്ന്. സഭയെ കേൾക്കുക, ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുക ഇല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, നോക്കുക എത്ര ശ്രേഷ്ഠമായ ഒരു വചനഭാഗമാണിത്. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലതും എന്നാണോ ഉള്ളത്, അതോ അല്പം എന്നാണോ ഉള്ളത്? സകലതും എന്നാണ്. നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടാകാം. നിന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം, നിന്റെ വ്യാപാരം നശിച്ചു പോയേക്കാം, നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിൽ ഇന്നുവരെ കാണാത്ത മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. ഇതെല്ലാം കാണുന്നതായ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇവ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്തതായ അനേക പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി എനിക്ക് പോകേണ്ടതായിട്ട് വരുന്നു. എന്താണിതെല്ലാം? എന്തൊരു ബുദ്ധിമുട്ടാണിത്? എന്തിനാണ് ഈ നിന്ദകൾ? എന്തിനാണ് ഈ അപമാനങ്ങൾ? ഇങ്ങനെയുള്ളതായ ചിന്താഗതി നിനക്ക് വന്നേക്കാം. എന്നാൽ കേൾക്കുക, നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടതായ വ്യക്തിയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, ഒരു കാര്യം പറയട്ടെ, നിന്റെ നന്മയ്ക്കു വേണ്ടി സകലതും ദൈവം അനുവദിക്കുവാൻ ഇടയാകുന്നു. അതായത് നിന്റെ ജീവിതത്തിൽ നിനക്ക് കഷ്ടമായിട്ട്, ഞെരുക്കമായിട്ട്, ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. കേൾക്കൂ, അവയെല്ലാം തന്നെ ദൈവം നിനക്ക് നന്മയ്ക്കായിട്ട് അനുഗ്രഹമായിട്ട് മാറ്റും. ഈ സത്യം നീ മനസ്സിലാക്കിയാൽ നല്ലത്. ആ ചെറിയ ബാലികയ്ക്ക് മനസ്സിലായി, ഇവിടെ എനിക്ക് ദോഷം സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നു. ദോഷമായിട്ടെന്നാൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതല്ല. പിന്നെയോ ദൈവം എൻ്റെ മേലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് അവിടുന്നതും ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ആ ഉദ്ദേശം എന്താണ്? ഈ അധികാരിയുടെ കുടുംബം രക്ഷിക്കപ്പെടണം. ഈ അധികാരിയുടെ കുടുംബം, ഈ സൈനികാധിപന്റെ കുടുംബം രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ഈ ഭവനത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്നെവിടെയാണ് നീ ജോലി ചെയ്യുന്നത്? ഇതെന്തൊരു ജോലിയാണെന്ന് ചോദിക്കരുത്. ഇങ്ങനെയുള്ള ജോലിയാണല്ലോ എനിക്ക് ലഭിച്ചതെന്ന് പറയരുത്. വീടുകളിലുള്ള ജോലിയാണല്ലോ എനിക്ക് തന്നതെന്ന് പറയരുത്. ഈ ഓഫീസിലാണോ ഞാൻ ജോലി ചെയ്യുന്നത്, ഈ കടയിലാണോ ഞാൻ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നീ ചെയ്യുന്നതായ ജോലിയെ നിന്ദിക്കാനായിട്ട് ശ്രമിക്കരുത്. ആ ജോലി ദൈവം നിനക്ക് അനുവദിച്ചു എങ്കിൽ ഏതോ ഒരു പ്രവൃത്തി നിന്നിൽ കൂടി ദൈവം ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഏതാണ് നിന്നിൽ കൂടി ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? നീ എവിടെയാണോ ഉള്ളത്, അവിടെ ആരെയോ മാറ്റിയെടുക്കുവാൻ, ആരുടെയോ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായി നിന്നിൽ കൂടി ഏതോ ഒരു ജീവിതത്തെ, ഏതോ ഒരു കുടുംബത്തെ, പാപത്തിൽ മുങ്ങി നിവർന്നുകൊണ്ടിരിക്കുന്ന, പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടുകൊണ്ട് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തെ, അല്ലെങ്കിൽ ചില കുടുംബങ്ങളെ നിന്നിൽ കൂടി ദൈവത്തിന് രക്ഷിക്കുവാൻ, വിടുവിക്കുവാനായിട്ടാണ് നിന്നെ അവിടെയാക്കിയത്. അന്നാ ചെറിയ ബാലിക അത് മനസ്സിലാക്കി. ഞാനിവിടേക്ക് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് വന്നവളല്ല, എൻ്റെ ദൈവം തന്നെ എന്നെ ഇവിടേക്ക് അയച്ചതാണ്. എനിക്കൊരു ജോലി തന്നിരിക്കുന്നു. ആ ജോലി എന്താണ്? പ്രശ്നത്തിന് പരിഹാരം എന്തെന്ന് അറിയാൻ കഴിയാതെ, ദൈവം ആരാണെന്നറിയാൻ കഴിയാതെ ആകുലപ്പെട്ട് ഭാരപ്പെടുന്ന ഈ കുടുംബത്തിൽ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന, അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ കഴിയുന്ന, മാറ്റിയെടുക്കുവാൻ കഴിയുന്ന ദൈവത്തെ ഇവർക്ക് പരിചയപ്പെടുത്തണം. ഞാൻ വീണ്ടും പറയട്ടെ, പാപം അശുദ്ധിയാക്കുന്നു. 2, പാപം എല്ലാവരിൽ നിന്നും നമ്മെ അകറ്റുന്നു. ഇന്നെത്രയോ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ദുശീലങ്ങൾ കാരണം, ദുർനടപ്പ് കാരണം വേർപെട്ട് ജീവിക്കുന്നവരുണ്ട്. മക്കളെ വിട്ടകന്ന് ജീവിക്കുന്നുണ്ട്. പലപ്പോഴും പ്രാർത്ഥനാ സമയത്ത് ആളുകൾ വന്ന് പറയാറുണ്ട്, ദേവദാസ, എൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ശരി, എന്തുകൊണ്ടാണ് പോയത്? എന്തുകൊണ്ടാണ് മക്കളെ കൊണ്ടുപോയത്? എൻ്റെ മദ്യപാനം കാരണമാണ്, എൻ്റെ ദുർനടപ്പ് കാരണമാണ്.
എൻ്റെ ഉപദ്രവം സഹിക്കവയ്യതാണ്. നീ മനസ്സിലാക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നീ ഇന്ന് എല്ലാവരെയും വിട്ട് അകന്നിരിക്കുന്നതെന്ന്? ചില സഹോദരിമാർ വന്ന് പറയാറുണ്ട്, എൻ്റെ ഭർത്താവിനെ വിട്ട് അകന്നുപോയി, മക്കളെയും അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയിരിക്കുന്നു, ഫോൺ ചെയ്താൽ പോലും എടുക്കില്ല. ശരി, എന്തുകൊണ്ടാണ് നിന്റെ ഭർത്താവ് പോയത്? എന്തുകൊണ്ടാണ് നിന്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോയത്? ഒരു ദിവസം എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ മറ്റൊരു വ്യക്തിയോടൊപ്പം കഴിയുന്നത് കാണാനിടയായി. അത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ അവിഹിത ബന്ധം കാരണം, എൻ്റെ ജീവിതത്തിലെ പാപപ്രവൃത്തികൾ കാരണം എൻ്റെ ഭർത്താവിനെ വിട്ട് അകന്നുപോയി. അശുദ്ധി എന്താണ് ചെയ്യുന്നത്? അശുദ്ധി നിറഞ്ഞ ശീലങ്ങൾ, അശുദ്ധിയുള്ളതായ അവിഹിതമായ ബന്ധങ്ങൾ, അശുദ്ധി നിറഞ്ഞതായ ജീവിത രീതി നിന്നെ എല്ലാവരിൽ നിന്നും അകറ്റിക്കളയും. 3, അനാഥനാക്കി മാറ്റുന്നു. 4, എല്ലാവരെയും വിട്ടകന്ന് അനാഥനായി മാറി നിന്റെ ദുശീലങ്ങൾ മൂലം നിനക്ക് ഉണ്ടായതായ രോഗങ്ങൾ കാരണം നീ അവസാനിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? നീ മരിക്കും. ആ ഒരു ഗതിയാണ് നയമാന് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ദുരവസ്ഥ നയമാന് വരാൻ പോകുമ്പോൾ ദൈവം തൻ്റെ മഹാകരുണ നിമിത്തം ഒരു ചെറിയ ബാലികയെ ഒരു കാര്യമേൽപ്പിക്കുന്നു. ആ ചെറിയ പെൺകുട്ടി അത് വിശ്വസിച്ചു. ആ ചെറിയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവരുടെ വീട്ടിലേക്ക് അവൾ ചെന്നപ്പോൾ ആ ബാലിക ആ വീട്ടിൽ ചെന്ന് അവൾക്കറിയാവുന്ന സുവിശേഷ സത്യത്തെ ആ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ആ വീട് രക്ഷിക്കപ്പെടുമെന്ന് ദൈവം വിശ്വസിച്ചു. പ്രിയ സഹോദര സഹോദരി, എന്നെയും നിന്നെയും ദൈവം വിശ്വസിക്കുന്നുണ്ട്. നിന്നിൽ കൂടി 10 പേർ രക്ഷിക്കപ്പെടുമെന്ന്, 10 കുടുംബങ്ങൾ നിന്നിൽ കൂടി നന്നാകുമെന്ന്, നിന്നിൽ കൂടി അനേകം രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ഒന്നാമത് നിന്നെക്കുറിച്ച് ജോലി അവൻ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്നെ അവൻ രക്ഷിക്കാനിടയായി സുവിശേഷത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനാക്കി ഒരുക്കിയെടുത്തു. എന്തിനാണ്? രക്ഷിക്കപ്പെട്ടവനായ നീ മറ്റൊരു വ്യക്തിയെ രക്ഷപ്പെടുത്തണം. മാനസാന്തരപ്പെട്ടവനായ നീ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവം വരുവാനായി നിനക്ക് അറിയാവുന്ന സത്യം പറയണം. യജമാനത്തി, എന്താണ്? യജമാനന് പിടിച്ചിരിക്കുന്ന ഈ കുഷ്ഠരോഗം മാറുകയില്ലേ? മാറുകയില്ല മോളെ. കുഷ്ഠരോഗം മാറാവ്യാധിയാണ്. അത് പകർച്ചവ്യാധിയാണ്. മറ്റുള്ളവർക്ക് പിടിക്കുമെന്ന് ഭയന്നാണ് സമൂഹത്തിൽ നിന്നും അതുള്ള ആളുകളെ പുറത്താക്കുന്നത്. യജമാനത്തി, ഭാരപ്പെടേണ്ടതില്ല. ഈ കുഷ്ഠരോഗത്തിന് സൗഖ്യം ലഭിക്കും. നീ ഒരു കൊച്ചുകുട്ടിയാണ്. എൻ്റെ ഭർത്താവ് സൈന്യാധിപനാണ്. എല്ലാ ശ്രമങ്ങളും നടത്തി, ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. യജമാനത്തി, യജമാനൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടോ? ചെയ്തു. പിന്നെന്ത് സംഭവിച്ചു? കണ്ടില്ലേ കരയുന്നത്? എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് എല്ലാ ശ്രമങ്ങളും വിഫലമായതുകൊണ്ട് നാളെയോ മറ്റന്നാളോ മറ്റുള്ളവർ ഈ രോഗവിവരം അറിയുമെന്ന് മനസ്സിലാക്കി കരയുകയാണ്. യജമാനത്തി, എല്ലാ ശ്രമങ്ങളും നടത്തി, എന്നാൽ ഒരു കാര്യം ചെയ്തില്ല. എന്താണത്? സർവസൃഷ്ടിതാവായിരിക്കുന്ന യഹോവയായ ദൈവത്തോട് പ്രാർത്ഥന ചെയ്തില്ല. യഹോവ ആരാണെന്നും യഹോവയോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും പറയുവാൻ കഴിയുന്ന, അവൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു പ്രവാചകനുണ്ട്. എവിടെയാണ്? ശമരിയ എന്ന പട്ടണത്തിൽ. സത്യമാണോ? യജമാനത്തി, എനിക്ക് അറിയാം നമ്മുടെ യജമാനന് കോപം കൂടുതലാണെന്ന്. ഒരുപക്ഷേ ഞാൻ പറയുന്നതായ കാര്യം വാസ്തവമല്ല എങ്കിൽ എന്നെ കൊന്നുകളയുമെന്നും എനിക്കറിയാം. യജമാനത്തി, എൻ്റെ ജീവൻ പോകുമെന്നുള്ള ഭയം പോലുമില്ലാതെ യഹോവയായ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നു എങ്കിൽ അവൻ എൻ്റെ പ്രാണനെ രക്ഷിക്കുവാനും അതുപോലെ യജമാനന്റെ രോഗത്തെ സൗഖ്യമാക്കാനും മതിയായവനാണ്. എന്നെ വിശ്വസിക്കുക. ഇത് സത്യമാണെന്നാണോ? ഒരു പ്രാവശ്യം യജമാനനോട് പറയുക. നായമാൻ വീട്ടിലേക്ക് വന്നു. യജമാനനെ കോപിക്കാതിരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ്? കുഷ്ഠരോഗം മാറുകയില്ലല്ലോ. എല്ലാ ശ്രമങ്ങളും അങ്ങ് ചെയ്തുവല്ലോ. എല്ലാ ചികിത്സകളും അങ്ങ് ചെയ്തിട്ടും പ്രയോജനമില്ലല്ലോ. നിനക്കെല്ലാം അറിയാമല്ലോ. ഇനി എന്താണ് വഴി? ഒരു വഴിയുമില്ല. മരണം തന്നെയാണ് മാർഗം. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീട്ടിലൊരു ബാലികയില്ലേ? അതെ, അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്. അങ്ങ് അവിടം വരെ ഒന്ന് പോവുകയാണെങ്കിൽ സൗഖ്യമാകുമെന്ന്. എല്ലാ ശ്രമങ്ങളും നടത്തിയതല്ലേ? ഒരു പ്രാവശ്യം, അവസാന പ്രാവശ്യം ഒരു ശ്രമം കൂടി നടത്തൂ.
ശരി, ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഈ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ ഇതുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. പോയി വരാം. അങ്ങനെ പുറപ്പെട്ടു. ശമര്യയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ശമര്യയിലേക്ക് ചെന്നപ്പോൾ അവിടെ എലീശ പ്രവാചകനുണ്ട്. എലീശ, എലീശ, കർത്താവേ, അരുളി ചെയ്യണമേ, നിന്റെ അരികിലേക്ക് നയമാൻ എന്ന ഒരു നിഗളിയായ മനുഷ്യൻ വരുന്നുണ്ട്. അവന്റെ യഥാർത്ഥ രോഗം കുഷ്ഠരോഗമല്ല, അതാണ് പുറത്ത് കാണുന്നത്. എന്നാൽ അവന് മറ്റൊരു രോഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവന് നിഗളം എന്ന രോഗമാണ് ഉള്ളിലുള്ളത്. ആ നിഗളത്തെ ഇല്ലാതാക്കാനാണ് ഞാൻ അവന് കുഷ്ഠരോഗത്തെ അനുവദിച്ചിരിക്കുന്നത്. അവനെ നിന്റെ അരികിലേക്ക് കൊണ്ടുവരുവാനാണ് ഒരു ചെറിയ ബാലികയെ മിഷണറിയായിട്ട്, സുവിശേഷകയായിട്ട്, ദാസിയായിട്ട് ഇസ്രായേൽ രാജ്യത്ത് നിന്നും അരാമ്യ രാജ്യത്തിലേക്ക് അയച്ചത്. ആ പെൺകുട്ടിയെ പറയേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നു, ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്തിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം. ശരി കർത്താവേ, നായമാൻ എൻ്റെ അരികിൽ വന്നാൽ ഞാൻ എന്തു പറയണം, എന്തു ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതായ കാര്യമില്ല. യോർദാനിൽ ചെന്ന് 7 തവണ മുങ്ങാൻ പറയുക. അപ്പോഴവന് യഥാർത്ഥ കോപം ഉയർന്നു വരാനിടയാകും. അതിനെ ഞാൻ താഴ്ത്തിക്കൊള്ളാം. അവൻ്റെ രോഗം പുറമേ ഉള്ളതല്ല, അവൻ്റെ രോഗം അവൻ്റെ അഹങ്കാരമാണ്. പ്രിയ സഹോദര സഹോദരി, കേൾക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല രോഗത്തിൻ്റെയും പ്രധാന കാരണം എന്താണെന്നറിയാമോ? നിനക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണ്? കടബാധ്യതകൾ. 2 ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുന്നു. 3 കുടുംബ പ്രശ്നങ്ങളെന്ന് പറയുന്നു. 4 മാനസിക പ്രശ്നങ്ങൾ, ജോലിയില്ലായ്മയുടെ പ്രശ്നങ്ങൾ. ഇവയല്ല യഥാർത്ഥമായ പ്രശ്നം നിന്റെ ഹൃദയത്തിലാണുള്ളത്. അത് അശുദ്ധിയായിരിക്കാം, അത് അസൂയയായിരിക്കാം, അത് കോപമായിരിക്കാം, നിഗളമായിരിക്കാം, ശാഠ്യമായിരിക്കാം. അത് ഉള്ളിലാണുള്ളത്. സഹോദര സഹോദരി, കേൾക്കൂ. നിന്റെ ശരീരം നന്നാകണമെങ്കിൽ ആദ്യം നിന്റെ ഹൃദയം നന്നാകണം. ബുദ്ധിയില്ലാത്ത പരീശനെ, എന്തിനാണ് പാത്രങ്ങളുടെ പുറം മാത്രം കഴുകുന്നത്? ആകം കഴുകൂ. ഇന്ന് ദൈവം അതാണ് പറയുന്നത്. എന്തിനാണ് പുറമേയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നത്? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റൂ കർത്താവേ എന്ന് പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തൂ എന്ന് പറയുന്നു. എൻ്റെ കുടുംബത്തിലെ സമാധാനം നൽകണമേ കർത്താവേ, എനിക്ക് ജോലി നൽകണമേ, കടം മാറ്റണമേ, എനിക്ക് ലോൺ നൽകി തരണമേ, വീസ നൽകണമേ. ഇതൊക്കെയാണല്ലോ നിന്റെ പ്രാർത്ഥനകൾ. നിന്റെ ഉള്ളിൽ നീ പാപത്തെ സൂക്ഷിക്കുന്നു, നിന്റെ ഉള്ളിൽ നീ അശുദ്ധിയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, പുറമേ ആത്മീയത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ യഥാർത്ഥ പ്രശ്നം പുറമേയുള്ളതല്ല, നിന്റെ യഥാർത്ഥ പ്രശ്നം ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് നിനക്ക് നന്നായി അറിയാം. ആദ്യം അതിൽ നിന്നും വെളിയിൽ വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നിന്റെ ചുറ്റുമുള്ളതായ സകലവിധ പ്രശ്നങ്ങളെയും നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ചെന്ന് പറയുക, എലീശയോട് പറയുക, അരാം സൈന്യത്തിന്റെ സൈന്യാധിപനായിരിക്കുന്ന നയമാൻ വന്നെന്ന് പറയുക. ഗേഹസി അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. നോക്കൂ, പ്രവാചകനായിരിക്കുന്ന എലീശ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പുറത്തു വരില്ലേ? ഇല്ല, ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താണ്? യോർദാൻ നദിയിൽ ചെന്ന് 7 തവണ മുങ്ങാൻ പറയുന്നു. ഞാൻ അരാം ദേശത്തു നിന്ന് സൈന്യാധിപനെന്ന നിലയിൽ രാജാവിന്റെ മുദ്രപത്രവുമായിട്ട് വന്നിട്ടും എൻ്റെ മുഖം പോലും നോക്കുകയില്ലേ? എന്താണ് ഇദ്ദേഹത്തിന് ഇത്ര നിഗളം? മനസ്സിലായോ? നിഗളം എലീശയ്ക്കല്ല, മറിച്ച് നിഗളം നയമാനാണ്. എന്താണ്? ഞങ്ങളുടെ രാജ്യത്ത് നദികളില്ലേ, അവിടെ മുങ്ങുവാനായിട്ട് കഴിയാത്തത് കൊണ്ടാണോ പറയുന്നത്? അവിടെയുള്ള നദികളിൽ മുങ്ങി നിവർന്നാൽ സൗഖ്യം വരുമായിരുന്നുവെങ്കിൽ എന്തിനാണ് നയമാൻ ഇത്രയും ദൂരം വരേണ്ടിയിരുന്നത്? അവിടെ തന്നെ മുങ്ങാൻ കഴിയില്ലേ? അവിടെ തന്നെ മുങ്ങി സൗഖ്യപ്പെടില്ലേ? പിന്നെ എന്തിനാണ് ഇത്രയും ദൂരം വന്നത്? താനായിരിക്കുന്നതായ ദേശത്തിലെ നദികൾക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇസ്രായേൽ രാജ്യത്തിലേക്ക് വന്നത്. പ്രിയ സഹോദര സഹോദരി, അയാൾ ഗർവത്തോടെ കോപിച്ച് തിരികെ പോകുന്നു. അത് കണ്ടപ്പോൾ ഒരു ഭൃത്യൻ പറഞ്ഞു, യജമാനനെ, ഒരു നിമിഷം നിൽക്കൂ. നീ ആരാണ് എന്നോട് പറയാൻ? യജമാനനെ കോപിക്കരുത്. ആ ദാസൻ എന്താണ് പറഞ്ഞത്? ഞാൻ ചെന്നിട്ട് യോർദാൻ നദിയിൽ മുങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഈ ലളിതമായ കാര്യമാണോ പറഞ്ഞത്? അങ്ങയുടെ സമ്പത്ത് മുഴുവൻ വിൽക്കാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ദാനം ചെയ്യാനായിട്ട് പറഞ്ഞില്ല. എന്താണ് പറഞ്ഞത്? യോർദാൻ നദിയിൽ 7 തവണ മുങ്ങാൻ പറയുന്നു. വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? ഈസിയായ കാര്യമല്ലേ? ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങളെല്ലാവരും അങ്ങയോടൊപ്പം വരാം. ദയവ് ചെയ്ത് ഒരു അവസാന ശ്രമമെന്ന നിലയിൽ ഈ ഒരു കാര്യം കൂടി ചെയ്യുക. പ്രവാചകന്റെ വാക്ക് കേൾക്കുക, സൗഖ്യം പ്രാപിക്കുമായിരിക്കും. എന്താണ്?
അങ്ങനെ ചെയ്യണമെന്നാണോ? അവസാന ശ്രമമല്ലേ, ചെയ്തു നോക്കുക. ശരി, ഡാ, യോർദാൻ നദിയുടെ തീരത്തേക്ക് രഥമോടിക്കൂ. പുറപ്പെട്ടു. 1-ാം പ്രാവശ്യം മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. 2-ാമത്തെ പ്രാവശ്യവും മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. 3-ാം പ്രാവശ്യവും മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. 4, 5, 6, അങ്ങനെ 7-ാം പ്രാവശ്യം മുങ്ങി. 7 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ദൈവം അതായത് എന്താണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അവൻ്റെ വചനം പുറമേ കേട്ടതുകൊണ്ട് പ്രയോജനമില്ല. തൽക്കാലത്തേക്ക് അവൻ്റെ വചനം അനുസരിച്ചതുകൊണ്ട് പ്രയോജനമില്ല. മറിച്ച് പരിപൂർണമായിട്ടും ദൈവം പറഞ്ഞതായ കാര്യങ്ങൾ നീ അനുസരിക്കണം. 7-ാമത്തെ പ്രാവശ്യം മുങ്ങി നീ വരുന്ന സമയത്ത് തൻ്റെ ശരീരം ഒരു ശിശുവിൻ്റെ ശരീരം പോലെ വളരെ മൃദുലമായി മാറി. അയാൾക്ക് സൗഖ്യം ലഭിച്ചു, മാറ്റം വന്നു. അയാൾ അതിശയിച്ചുപോയി. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. ശരീരത്തിന് മാറ്റമുണ്ടായോ അതോ ഹൃദയത്തിന് മാറ്റമുണ്ടായോ? ഹൃദയത്തിന് മാറ്റമുണ്ടായി. ഇപ്പോൾ മനസ്സിലായോ? ഹൃദയത്തിന് മാറ്റമുണ്ടായെങ്കിലേ ശരീരത്തിനും മാറ്റമുണ്ടാകൂ. ഹൃദയത്തിന് മാറ്റമുണ്ടായെങ്കിലേ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റമുണ്ടാകൂ. ഹൃദയത്തിന് മാറ്റമുണ്ടായെങ്കിലേ നിന്റെ കുടുംബജീവിതത്തിന് മാറ്റമുണ്ടാകൂ. നിന്റെ ജോലിക്ക് മാറ്റമുണ്ടാകുകയുള്ളൂ. നിന്റെ ഭാവിക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിനക്കുള്ളതായ പ്രശ്നം നിന്റെ ഹൃദയത്തിലെ പ്രശ്നമാണ്. നിന്റെ ഉള്ളിലുള്ള കുറവാണ്, പാപമാണ് നിന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. എപ്പോഴാണോ അവൻ്റെ ഹൃദയത്തിന് മാറ്റമുണ്ടായത്, അപ്പോഴെന്തു സംഭവിച്ചു? അവൻ നേരെ എലീശയുടെ അരികിലേക്ക് വന്നിട്ട് എന്തു പറയുന്നെന്ന് നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ അവൻ ചെന്നു ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായിത്തീർന്നു. പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങിവന്നു. നന്ദി സൂചിപ്പിക്കുന്നു. ആവശ്യത്തിനു വേണ്ടി വന്നു. ആവശ്യം നേടിയ ശേഷം മടങ്ങിപ്പോയോ? ഇല്ല. ആവശ്യം നേടിയതിനു ശേഷം നന്ദി സൂചകമായി സമ്മാനങ്ങളുമായി വരികയാണ്, കൃതജ്ഞതയോടെ വരികയാണ്. സഹോദര സഹോദരി, നമ്മുടെ ദൈവം നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുവാൻ മതിയായവനാണ്. എന്നാൽ നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഷ്ടതയുണ്ടല്ലോ, അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലാം. മാർച്ചിൽ എക്സാം വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വന്നത്. കുറച്ച് മാതാപിതാക്കൾ വന്നിരിക്കുന്നത് കുട്ടികളുടെ എക്സാമിനെ ഓർത്തുകൊണ്ടാണ്. പിന്നെ ഏപ്രിൽ മാസവും കടന്നുവരും. എക്സാം കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ആവശ്യം കഴിഞ്ഞല്ലോ. എക്സാം കഴിഞ്ഞുപോയി. എന്നാൽ റിസൾട്ട് ആരുടെ കയ്യിലാണുള്ളത്? പറയുക, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. 10th ക്ലാസ്സും ഇൻ്റർമീഡിയറ്റ് എക്സാമും അതോടുകൂടി പഠനം കഴിയുകയാണോ? അല്ലല്ലോ. പിന്നെ ഡിഗ്രിയുണ്ട്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അതുപോലെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 വർഷമുണ്ട്. ഡോക്ടറാണെങ്കിൽ പിന്നെ 5 വർഷങ്ങൾ. അതിനുശേഷം PG. മാതാവേ, പിതാവേ, കേൾക്കുക. കർത്താവിൻ്റെ അടുക്കിലേക്ക് നീ വരേണ്ടത് നിന്റെ ആവശ്യങ്ങൾ നേടേണ്ടതിനു വേണ്ടിയല്ല. ദൈവം ഇന്നുവരെയും ചെയ്ത സകല നന്മകൾക്കും പകരമായി നീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം. വന്നുകൊണ്ടേയിരിക്കണം. ആവശ്യങ്ങളുള്ളതുകൊണ്ട് മാത്രം വരുന്നവരായിട്ട് ആയിരിക്കുവാൻ പാടില്ല. പ്രിയമുള്ളവരെ, എക്സാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവം കരുണ കാണിച്ചിട്ടല്ലാതെ നീ പാസ്സാകില്ല എന്നറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരികയാണെങ്കിൽ അതും വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ആവശ്യം നേടിയതിനു ശേഷം നീ മടങ്ങിപ്പോകരുത്. നയമാന്റെ ഹൃദയം നന്നായതിനു ശേഷം എന്ത് സംഭവിച്ചു? നേരെ ഏകദേശം 100 മൈൽ ദൂരമാണ്. താനായിരുന്ന ഇടത്തു നിന്നും യോർദാൻ നദിയിലേക്ക് 150 കിലോമീറ്ററാണ്. 150 കിലോമീറ്റർ യാത്ര ചെയ്തു. പിന്നെ അവിടെ നിന്നും 150 കിലോമീറ്റർ തിരികെ വന്നിട്ട് എലീശയുടെ മുൻപിൽ നിന്നുകൊണ്ട് എന്താണ് പറയുന്നത്? നമുക്ക് വായിക്കാം. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. എന്താണ് പറയുന്നത്? ഇസ്രായേലിൽ ഉള്ള യഹോവയായ ദൈവം അല്ലാതെ വേറെ എങ്ങും ദൈവമില്ല. ഞാൻ അരാമിൽ നിന്നും വന്നവനാണ്. അവിടെയുള്ള അനേകം ദേവന്മാരിൽ ഞാൻ ആശ്രയിച്ചു. എനിക്കൊരു മാറ്റവും സംഭവിച്ചില്ല. എൻ്റെ വീട്ടിൽ വെച്ച ബാലിക പറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടു. അത് സത്യമായിരുന്നു. യഹോവയെപ്പോലെയുള്ളൊരു ദൈവം ഈ ലോകത്തിൽ മറ്റെവിടെയുമില്ല. ആ പെൺകുട്ടി ആദ്യം വിചാരിച്ചു
അവളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്ന്. എന്നാൽ പിന്നീട് അവൾ മനസ്സിലാക്കി, അവളെ ഒരു സുവിശേഷകയായിട്ട് ദൈവം തന്നെ ആ ഭവനത്തിലേക്ക് അയച്ചതാണെന്ന്. അവൾക്കറിയാവുന്നതായ ആ വാസ്തവത്തെ അവൾ ആ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, എടാ ദുഷ്ടാ, നീ എന്നെ തട്ടിക്കൊണ്ട് വന്നതല്ലേ, അതുകൊണ്ടാണ് ദൈവം കോപിച്ച് നിനക്ക് ഈ രോഗം തന്നത്, നീ മരിക്ക്, ഇങ്ങനെ കോപത്തോടുകൂടി വിചാരിച്ച് ശപിക്കുന്നതായ പെൺകുട്ടിയായിരുന്നില്ല. ദൈവം അവളോട് കൂടിയുണ്ടായിരുന്നു. ആ ദൈവസ്നേഹമുണ്ടായിരുന്നു. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന മനസ്സുണ്ടായിരുന്നു. ശത്രുവിനോടും സുവിശേഷം അറിയിച്ചു. ശത്രുവും ദൈവത്തിന്റെ സ്നേഹത്തെ പ്രാപിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചു. നയമാന്റെ കുടുംബത്തെ അവൾ രക്ഷിച്ചെടുത്തു. അവളുടെ പേരെന്താണെന്നറിയില്ല. എന്നാൽ ഈ ബാലികയുടെ കാര്യം എല്ലാവർക്കും അറിയാം. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും സകല ക്രിസ്ത്യാനികൾക്കും ഈ ബാലികയെ അറിയുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തം പൂർണ്ണമായും ചെയ്ത് ഒരു സൈന്യാധിപനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചതുകൊണ്ട്. പ്രിയ സഹോദര സഹോദരി, നീ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മതിയാകില്ല. രക്ഷിക്കപ്പെടാതെ നശിച്ചു പോകുന്ന ആളുകൾ കോടിക്കണക്കിനുണ്ട്. നീ നന്നായതുകൊണ്ട് മാത്രമായില്ല. വഴിതെറ്റിപ്പോകുന്ന ആളുകൾ ലോകത്തിൽ അനേകായിരങ്ങളുണ്ട്. നന്നാക്കാൻ കഴിയുന്ന ദൈവമാരാണെന്ന് നിനക്കറിയാം. ആ പെൺകുട്ടി നയമാന്റെ വീട്ടിൽ മൗനമായിരുന്നിരുന്നെങ്കിൽ ആ നയമാൻ നശിച്ചു പോകുമായിരുന്നു, നരകത്തിൽ പോകുമായിരുന്നു. ഒരു സൈന്യാധിപൻ രക്ഷിക്കപ്പെട്ട് സാക്ഷ്യം പറയുകയാണ്. താൻ പറഞ്ഞതായ സാക്ഷ്യം അവിടെ മാത്രമാണോ, അത് വീട്ടിൽ ചെന്നും പറഞ്ഞിരിക്കുമോ? പോകുന്ന സർവ്വയിടങ്ങളിലും പറഞ്ഞിരിക്കാം. കേൾക്കുന്നുണ്ടോ? നീ എവിടെയായിരിക്കുന്നുവോ അവിടെ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുക. നിന്നോടൊപ്പം നീ ആയിരിക്കുന്നിടത്ത് ആ കുടുംബം രക്ഷിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാനായി ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നു. നീ മൗനമായിരിക്കരുത്. ആ കമ്പനിയിൽ, ആ ജോലി ചെയ്യുന്ന ഇടത്ത്, ആ കോളേജിൽ, ആ വീട്ടിൽ ദൈവം നിന്നെ ആക്കിയതിൻ്റെ കാരണമറിയാമോ? നിന്നിൽ കൂടി 10 പേർ രക്ഷിക്കപ്പെടാനാണ്. രക്ഷിക്കുന്നവനായ ദൈവത്തെ നീ പരിചയപ്പെടുത്തുവാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, കർത്താവെ, എല്ലാ മക്കളോടും നീ വളരെ വ്യക്തമായി നിന്റെ സന്ദേശം പങ്കുവച്ചുവല്ലോ. കർത്താവ് നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കുള്ള പ്രശ്നം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, മനസ്സിനെ സംബന്ധിച്ചുള്ളതാണ്. മനസ്സിൽ മാറ്റമുണ്ടാകാതെ, മനസ്സ് വിശുദ്ധീകരിക്കപ്പെടാതെ ചുറ്റുപാടുകൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത് അവിവേകമാണ്. അതുകൊണ്ട് ഏറ്റുപറയുകയാണ്, ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റിയെടുക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. നിന്റെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണമേ. ദൈവമേ, ഹിമത്തേക്കാൾ വെളുപ്പുള്ളതാക്കി ഞങ്ങളുടെ ഹൃദയത്തെ, പ്രാണാത്മ ശരീരത്തെ യേശുവേ നീ കഴുകിയെടുക്കണമേ. പുറമേ എത്ര നല്ലവരായിട്ട് ആത്മീയതയുള്ളവരായിട്ട് കാണപ്പെടുന്നുവെങ്കിലും ദൈവമേ, നിന്റെ ദൃഷ്ടിയിൽ ഇപ്പോഴും കുറ്റക്കാരായിട്ട് തന്നെ ജീവിക്കുന്നു. യേശുവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. സകല അശുദ്ധിയിൽ നിന്നും നീ ഞങ്ങളെ വിടുവിക്കണമേ. ലോകപ്രകാരമുള്ള ജീവിത രീതിയിൽ നിന്നും അകറ്റണമേ. നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം നൽകണമേ. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പിതാവേ, ഞങ്ങളോടെല്ലാം നീ പൊറുക്കണമേ. നിന്നെ ദുഃഖിപ്പിക്കുന്ന ജീവിതത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എല്ലായ്പ്പോഴും നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പാദം മുതൽ ശിരസ്സുവരെയും നിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെല്ലാവരെയും നീ കഴുകണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യാതെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.